ഇന്ന് നമ്മുടെ അമ്മൂട്ടിയുടെ പിറന്നാളാണ് കേട്ടോ. എല്ലാവരും വിഷ് ചെയ്യണേ. അമ്മൂനൊരു സന്തോഷമാവുമല്ലോ. അമ്മു ക്ലാസ്സിൽ പോയിട്ടോ, ഇനി വൈകുന്നേരത്തെ വരുള്ളൂ. എന്താ കുട്ടികളില്ലെങ്കിൽ വീട്ടിലില്ലെങ്കിൽ പിന്നെ എന്താ നമ്മൾ പിറന്നാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്ത് വന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ആഘോഷിക്കുക. വലിയ രീതിയിലൊന്നുമില്ല, ചെറിയ രീതിയിൽ അവൾക്ക് എന്താണോ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അത്. അവൾക്ക് സദ്യയോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. അവൾക്ക് നോൺ എന്തെങ്കിലുമൊക്കെ വേണം, നമ്മളെപ്പോഴും പറയാറില്ലേ. അതൊക്കെ പോട്ടെ, എല്ലാവരും അമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് പിറന്നാൾ ആശംസിക്കണേ. നമ്മുടെ ടി വി വെക്കുന്ന സ്ഥലമല്ലേ, എന്താ ടി വി യൂണിറ്റ് ഒന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. നമ്മുടെ ചെറിയൊരു ഹാളല്ലേ, ഒരുപാട് വലിയ ഹാളൊന്നുമല്ല കേട്ടോ, നമ്മുടെ ചെറിയ ഹാളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഒരു 6 ആൾക്ക് ഇരിക്കാനുള്ള സ്ഥലം തന്നെ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ ചില ആൾക്കാർക്ക് വരുമ്പോൾ ഏറ്റവും പോരായ്മയായിട്ട് തോന്നുന്നത് നമ്മുടെ ഹാള് വലിപ്പമില്ല എന്നാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹാള് ഭയങ്കര വലിപ്പമാണ്. എന്താണെന്നറിയോ, ഞങ്ങൾ എല്ലാവരും ഉള്ള സ്ഥലത്ത് ഇതാവും. ഇനി നമുക്ക് ഹാൾ എടുക്കാമായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, ആ ബാത്റൂമിൻ്റെ അവിടേക്ക് അങ്ങനെ ചെയ്യാച്ചാൽ. പക്ഷെ അവിടെയാണ് നമ്മുടെ വേസ്റ്റ് കുഴിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അവിടേക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ഈ വീട് ആകെ 850 സ്ക്വയർ ഫീറ്റ് അല്ലല്ലോ. അതിൽ നമ്മൾ 2 റൂം, 2 ബാത്റൂം, ഹാള്, ഡൈനിങ് ഹാള്, അടുക്കള, വർക്ക് ഏരിയ സെപ്പറേറ്റ്, പിന്നെ ബാക്കി പുറമെ എടുത്തത് നമ്മൾ പുറമേണ്. അതിൻ്റെ ഉള്ളിലുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ എന്താ എല്ലാവർക്കും പൊതുവെ എല്ലാവർക്കും നമ്മുടെ വീട് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമായിട്ടോ. അതിൻ്റെ പ്ലാനും മനിയേട്ടൻ ചെയ്ത് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു കാര്യമാണ് അടുക്കളയും. അതേപോലെ തന്നെ ഈ കണ്ടോ ടി വി യൂണിറ്റ്. കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് കേട്ടോ. എളുപ്പത്തിൽ സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ടി വി യൂണിറ്റ് എന്താ അനിയേട്ടൻ ചെയ്യോ, അതിന് എത്ര എമൗണ്ട് ആവും എന്നൊക്കെ ഉള്ളത് ചോദിച്ചതാണ്. എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും അറിയില്ല കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ചുമരാണ് കേട്ടോ. ഇതൊക്കെ ചുമരാണ്, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഇത് പല കളറുകളുണ്ട് കേട്ടോ. ഈ ഒരു കളറല്ലാതെ വേറൊരു സിമന്റ് കളർ, സിമന്റ് അല്ലേ, കുറേ കളറുകളുണ്ട്. അപ്പൊ ഇത് വലിയ ഇത് ഈ സംഭവം എന്താ നമ്മുടെ ഇവിടെയും വെച്ചിട്ടുണ്ട്. നമ്മുടെ വാഷ് ബേസ് ഇല്ലേ, വാഷ് ബേസിൻ്റെ ആ ഒരു സൈഡും വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോ ഭാഗമായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഇതും നമ്മുടെ ഇവിടെ പിടിപ്പിച്ചിരിക്കണേ അല്ലേട്ടാ. പക്ഷെ ഇതിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ നമുക്കിപ്പോൾ ഞാനോ അല്ലെങ്കിൽ കേറിയിരിക്കുക അല്ല, കുട്ടികള്, ചെറിയ കുട്ടികള് കയറിയിരുന്നു. ഇവിടെ ഒരു ഫംഗ്ഷന്, നമ്മുടെ വീടിൻ്റെ ഫംഗ്ഷൻ്റെ മുമ്പേ ഇവർ വന്ന് കയറിയിരുന്നപ്പോൾ പറഞ്ഞിരുന്നു ഇതിൽ കയറിയിരുന്നാൽ ചിലപ്പോൾ പൊട്ടി വീഴുന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതാണ് ഇങ്ങനെ റിമോട്ടും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. 1 2 3 4 അറകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ആദ്യം തന്നെ ഉണ്ടായിരുന്നതാണ്, ഒരു ചുമരക്കൂട്. പക്ഷേ ഇത് ഇത്രയായിരുന്നില്ല ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് ഇത്ര വരെ ഉണ്ടായിരുന്നതാണ്. ഇത്ര വരെ വലിയതില്ല അതായിരുന്നു. അപ്പം അനിയേട്ടൻ തന്നെ സ്വന്തം കെട്ടിയിട്ട് അത് മൂട്ടി. ഇത്ര ഉണ്ടായിരുന്നില്ല, ഇല്ലല്ലോ. ആ അപ്പം ഇങ്ങനെ ഇത് ഏട്ടൻ തന്നെ കെട്ടിയിട്ട് ഇത് മൂടി. പിന്നെ അനിയൻ തേച്ച് സെറ്റപ്പ് ആക്കിട്ടോ. പിന്നെ ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്ലൈവുഡ് തന്നെയാണ്. ഈ ഫ്ലൈവുഡ് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഇതൊരു പൊള്ളയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, കാണിച്ചു തരാം. അതിലേ ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഇത് രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയാണ്. രാത്രി ആവുന്ന സമയത്ത് പറയും എന്താ ഇങ്ങനെ ഈ ലൈറ്റും ഈ അടിയത്തെ ലൈറ്റും ഇവിടെ ഈ ലൈറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ. പക്ഷെ അത് ഇവിടെ ഇങ്ങനെ നമ്മൾ ഫോട്ടോസുകൾ വെച്ചിരിക്കുകയല്ലേ, അത് കാരണം കാണാണ്ടാണ്. ഇത് ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുമോ നേട്ടാ? ഇതിന് അധികം പണി തന്നെ ആവും, മെറ്റീരിയൽ ഒന്നും അധികമാവില്ല. ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന പണിയും കാര്യങ്ങളും അറിയുന്നതും ആയതും കൊണ്ട് നമുക്ക് ഒരുപാടായി. ഷീറ്റുകളൊന്നും ഒരുപാട് വേണ്ടി വന്നില്ല അല്ലേ. നമുക്ക് ഷീറ്റ് ഇത് മാത്രമായിട്ട് ചെയ്താലല്ല, നമ്മൾ കുറേ പണികളുടെ ഇടയിൽ ഇത് ചെയ്താ. അപ്പൊ ബാലൻസ് വരുന്ന ഷീറ്റും കാര്യങ്ങളും തുണ്ടുമുറികളൊക്കെ വരുന്നതൊക്കെ അവിടെ കേട്ടിട്ട് ചെയ്താൽ മൊത്തത്തിൽ ഒരു വീട് ഫുള്ള് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കുറച്ച് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ പൈസയാകും. ഇതൊക്കെ മൈക്ക് ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷെ എല്ലാവർക്കും കയറി വരുമ്പോൾ, നമ്മുടെ വീട്ടിൽ നിന്ന് കയറി വരുന്ന സമയത്ത് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു രസമല്ലേ, കാണാൻ നല്ലൊരു. പക്ഷേ ഇതിലൊക്കെ നമുക്കില്ലേ ശരിക്കും വൃത്തിയിൽ നമ്മളിത് ശ്രദ്ധിച്ചിട്ടില്ല പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇതുണ്ടോ
എനിക്കുള്ള ഏറ്റവും പണികളാണ്. എന്താണ് ഇങ്ങനെ പൊടികൾ ഇതിൽ എൻ്റെ കയ്യിൽ പൊടിയില്ല കേട്ടോ, ഞാൻ തുടങ്ങിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ പൊടികളും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതൊക്കെ നല്ല ഈ ലൈറ്റ് കണ്ടില്ലേ, ഈ ലൈറ്റ് നമുക്ക് 3 കളറാണെങ്കിൽ ആക്കാം. അപ്പോൾ ഇതൊന്ന് അടുപ്പിച്ച് കാണിക്കുമോ, ഇതുപോലെ ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ ഈ ഏട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ കിച്ചണിൻ്റെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ റൂമുകളിൽ റാക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഈ ഡൈനിങ് ടേബിളിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളിത് മരം കൊണ്ട്, ഡൈനിങ് ടേബിൾ അല്ല കേട്ടോ, സെറ്റ് മരം നമ്മുടെ കയ്യിലുള്ളതും കൊണ്ട് നമ്മൾ ആ മരം കൊണ്ട് ചെയ്തതാണ്. പിന്നെ ഇതുപോലെ പോളിഷ് ചെയ്തതാണ് കേട്ടോ. ഇത് ഇവിടെ കുഞ്ഞു പറയും, ഏട്ടൻ്റെയും ഒക്കെ കൂട്ടുകാരനാണ്, അവൻ പോളിഷ് ചെയ്തത്. പക്ഷെ ഇതിൻ്റെ വാതിൽ കണ്ടോ, വാതിലൊക്കെ എല്ലാവരും കണ്ടതായിരിക്കുന്നു. ഏഹ് ഇതൊക്കെ ആരും കാണാതൊന്നല്ലല്ലോ, അല്ല, ചോദിച്ചതാണ്. അപ്പോൾ ഒരു വീട് പണി ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇതിന് എത്രയാവും എന്താവും. അപ്പോൾ ഇത് അവർ നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാർ നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ അവർക്കറിയും. ചില ആൾക്കാർ എങ്ങനെയാണെന്നറിയോ, പണിയൊന്നും അറിയാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ തന്നെ വീടിൻ്റെ ഒരു പ്ലംബിങ്ങും വയറിങ്ങും, ബാത്റൂമിൻ്റെ വയറിങ്ങും വയറിങ് അല്ല പ്ലംബിങ്, 2 ബാത്റൂമിൻ്റെ പ്ലംബിങ്ങും നമ്മൾ അറിയുന്ന ഒരാൾക്ക് കൊടുത്തിട്ട് നമ്മൾ ഊക്കം പറ്റിച്ചു. ഞങ്ങളത് കുത്തിപ്പൊളിച്ച് രണ്ടാമത് അത്രയും നമുക്ക് പൈപ്പ് നഷ്ടം, കൂലി നഷ്ടം എല്ലാം. അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങിയത് ഫുള്ള് ഇതായിട്ടോ. അപ്പം അതാണ് പറയുന്നത്, പണി അറിയുമ്പോൾ കുറെ ആൾക്കാർ വരും, പണിയെ കുറിച്ച് ഒന്നും അറിയില്ല. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങളുടെ ഈ വീട്ടിൽ പറ്റിക്ക് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അതിന് നല്ല ഒരാളുടെ ഒരാൾക്ക് പണി കൊടുക്കുമ്പോൾ അവരെ സൗഹൃദം നോക്കിയിട്ട് ബന്ധം നോക്കിയിട്ടും കൊടുക്കരുത്. അവരുടെ പണി പോയിട്ട് ചെയ്ത പണി പോയിട്ട് കാണുക, എന്നിട്ട് അവർക്ക് പണി കൊടുക്കുക. നമ്മളെന്താ വെച്ചെങ്കിൽ നമ്മള് ആ ഒരു ബന്ധം നോക്കിയിട്ട് കൊടുത്തു. നോക്കുമ്പോൾ ആ ബന്ധം കൊണ്ട് എന്തായി, ഒരുപാട് പൈസ ഇങ്ങോട്ട് പോയി കിട്ടി. ഇത് നമ്മുടെ ഫംഗ്ഷൻ കഴിഞ്ഞ സമയത്ത്, അത് ഞാൻ പറഞ്ഞതല്ലേ അല്ലേ, ഫംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ വാങ്ങിയതാട്ടോ. ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്, ഈ TV വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ 3 കുടുംബങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ മനസ്സിൽ ഇങ്ങനെ ഇന്നത് ചെയ്യണം, ഇന്നത് വാങ്ങണം എന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾക്ക് പൈസയാണ് ആവശ്യം. പൈസയെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കടങ്ങൾ കുറച്ചെങ്കിലും വീട്ടാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട്. പിന്നെ ചോദിച്ചു, TV വാങ്ങിയില്ലേ ചോദിച്ചപ്പോൾ നമ്മളത് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ TV വാങ്ങിയതാണ്. സത്യം അറിയിച്ചപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്നവരെ നമ്മൾ TV ആരും കാണില്ല, നമ്മൾ ഓരോ തിരക്കിലാവും. പിന്നെ ഞാനാണ് പറഞ്ഞാൽ തറവാട്ടിൽ പോയിട്ട് ചിലപ്പോൾ അവിടെ കിടക്കും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്ന് കാണും കേട്ടോ. പക്ഷെ മക്കൾക്ക് എല്ലാവർക്കും ഇതിൽ കാണാൻ ഭയങ്കര ഇഷ്ടമല്ല കേട്ടാ. മക്കളൊക്കെ തന്നെ കാണും, ഇതിൽ തന്നെ മക്കൾ കാണുള്ളൂ. മക്കൾ കാണുമ്പോൾ ഈ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ടേ സൗണ്ടൊക്കെ കൂടുതൽ ഇങ്ങനെ വെക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നിങ്ങൾക്ക് കുറേ കൂട്ടുകാർക്ക് അറിയാം, പക്ഷെ എന്നോട് 2-3 പേര് ചോദിച്ചിരുന്നു കേട്ടോ. ഇതിൻ്റെ ഫുൾ എമൗണ്ട് പറയാനേ പറ്റില്ല. ഓരോ ഫുൾ എമൗണ്ട് വരെ നമ്മൾ ഇത് മാത്രമായിട്ട് ചെയ്തല്ലോ, ബാക്കി വരുന്ന മെറ്റീരിയൽ ഇതിൽ കയറ്റിട്ട് ചെയ്താണ്. അത് അങ്ങനെ നമുക്ക് ഇതും അങ്ങനെ തന്നെ ചെയ്തില്ല കേട്ടോ. നമ്മൾ പൂജാ റൂം ചെയ്യാനുള്ള ഷീറ്റുകളും ഇതേപോലെ ബാലൻസ് കുറച്ച് സാധനങ്ങൾ നമ്മൾ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളത് ചെയ്തില്ല. നമ്മളപ്പോഴേക്കും ഒരു പൂജാ റൂം വാങ്ങുക ചെയ്തത്. ആ ഷീറ്റും കൊണ്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ കുറച്ചും കൂടി അതിന് സാധനങ്ങൾ വാങ്ങണം. അപ്പം നോക്കുമ്പോൾ അങ്ങനെ വാങ്ങുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 10,000-5,000 രൂപ ആകും പറഞ്ഞപ്പോൾ നമ്മൾ കടയിൽ പോയപ്പോൾ ഒരു ചെറിയൊരു പൂജാ റൂം വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച്. ഇന്നലെ തുണിയൊന്ന് ഉണങ്ങേണ്ട സമയമായപ്പോഴേക്കും ഒന്ന് മഴ ചാറിട്ടോ. തുണികളൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചേ. നമ്മളില്ലേ ചെണ്ടുമല്ലി കണ്ടോ, ഇത് അമ്മൂന് ലീവ് കിട്ടിയില്ലേ 2 ദിവസം. അപ്പം അമ്മ ഇതാ കണ്ടോ, ഇത് കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്നുണ്ട്, ഞാൻ ഇവിടെ ഇല്ലയെന്ന് വിചാരിച്ചു. ഇവിടെ കോഴിച്ചൂട്ടല്ലേ, ആ നീളത്തിലൊരു ചുവപ്പ് കളറുള്ള ചെടി, അതും വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ എന്ത് കോഴിച്ചൂട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് പണികൾ ഒന്നും ഒരുങ്ങിയിട്ടില്ല. ഇനി നമ്മൾ പണി തുടങ്ങണേ ഉള്ളൂ. ചോറായി, മത്തനും പരിപ്പും കൂട്ടാൻ വെച്ചു, പയറും വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കി, കൊണ്ടാട്ടമുളക് പപ്പടം കാച്ചിട്ടോ. അതിന് ഇനി കുറച്ച് തൈരുണ്ട്, ഇനി അത് മതി വിചാരിച്ചു. പിന്നെ ഇഡ്ഡലി കഴിച്ചു. അയ്യോ ഒന്നും എന്താണെന്നറിയില്ല, സത്യം അറിയണ്ടോയെന്നറിയില്ല, ഭയങ്കര കിതപ്പ്. നമ്മുടെ ഇന്നലത്തേക്ക് ഓരോ ടെൻഷനുകളായിരിക്കും
കുറേ പേര് നമ്മുടെ ചാത്തപ്പന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, കുറേ പേര് മെസ്സേജ് ഇട്ടിരുന്നു, അയ്യോ പ്രസി ചാത്തപ്പന് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ കണ്ടിട്ട് സഹിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ. കിടത്തുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞതാ. അത് കണ്ടു കഴിഞ്ഞാൽ സഹിക്കില്ലായിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും സഹിക്കില്ല. നമുക്ക് ഇന്നലെ എല്ലാവരും പറഞ്ഞു മരുന്നൊക്കെ തേച്ച് കൊടുത്താൽ രക്ഷപ്പെടും, ഡോക്ടറെ കാണിച്ചാൽ മതി എന്നൊക്കെ. എന്ത് ചെയ്തിട്ടും ഫലം ഉണ്ടായില്ല കേട്ടോ. അവൻ പോയി, അവൻ 2 മണിയൊക്കെ ആയപ്പോൾ പോയി. ഞങ്ങൾ ഇന്നലെ എല്ലാവരും ചോറുണ്ണാണ്ടും കിട്ടട്ടെ 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 എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. കിട്ടും തന്നെ വിചാരിച്ച്, പക്ഷെ കിട്ടിയില്ല. രാവിലെ മുറിയൊക്കെ ആയതിനു ശേഷം ഞാൻ കഞ്ഞിയും വെള്ളമൊക്കെ കൊടുത്തപ്പോൾ കുടിച്ചതാ. അവൻ എന്താ അതാ രസം, നമ്മൾ പറഞ്ഞ അത് നമ്മൾ പറയുമ്പോ കണ്ണിങ്ങനെ മിഴിച്ച് നോക്കിയിരുന്നു അല്ലേ, പറയുമ്പോ കണ്ണിങ്ങനെ മിഴിച്ച് നോക്കുമ്പോ നമ്മൾ വിചാരിച്ചു മുറി. പക്ഷെ എനിക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അത്രയും വലിയ മുറിയായി കഴിഞ്ഞു വെച്ചാൽ എന്താ അത് മാറിക്കിട്ടാൻ നല്ല പ്രയാസമല്ലേ. ചെറിയ മുറി പോലെ മുറി എന്ന് പറയില്ല, പുറത്ത് അത്യാവശ്യം ഒരുപാട് താഴ്ചയൊന്നുമില്ലാത്ത മുറിയായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ 3 നായകളൊപ്പം കടിച്ചു കുടഞ്ഞില്ലേ, അതും കഴുത്തിന്റെ ഇവിടെയൊക്കെ ഒടിഞ്ഞ പോലെ, കഴുത്തൊക്കെ രീതിക്കായിരുന്നു. പക്ഷെ കഴുത്ത് ഒടിഞ്ഞതായിട്ടും തോന്നിയില്ല, പക്ഷെ അതിന് ഉള്ളിക്കുണ്ടോന്നുള്ള അറിയില്ല. പക്ഷെ അവൻ കഴുത്ത് പിന്നെ നായകളൊക്കെ ഒപ്പം പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ. അല്ല അവൻ കഴുത്ത് പക്ഷെ അത് കഴിഞ്ഞിട്ട് പൊന്തിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നിയിരുന്നു കേട്ടോ. അത് പുതിയ വാച്ച് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. ആരും പോക്കറ്റുള്ളതല്ല, ഇവിടെ തുണി വെച്ചിരിക്കുന്നില്ലേ, അപ്പം അതിങ്ങോട്ട് എടുത്തിട്ടൊക്കെയാണേ. ഇന്നെന്താ നല്ല വെയിലുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം വരെ വെയിലാവാൻ സാധ്യതയുണ്ട്. എനിക്കാണെങ്കിലോ ഇങ്ങനെ ടെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞു വെച്ചാൽ എനിക്ക് ഇങ്ങനെ കിതപ്പ് വരിക, ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. പിന്നെ ഉറക്കം വരില്ല, പിന്നെ ഇങ്ങനെ നെഞ്ചിരിക്കൊരു കുത്തൽ വരും. കുറേ നേരം നമ്മളിങ്ങനെ നെഞ്ചിങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇതാക്കണം. രാവിലെ തൊട്ട് തുടങ്ങിയ കരച്ചിലല്ലേ. എന്താ ഒരു എനിക്കൊന്നും നമുക്ക് തീരെ ഒന്നും വയ്യാത്ത പോലെ ഇന്നൊക്കെയാവുമ്പോഴേക്കും. പക്ഷെ എല്ലാവർക്കും കേട്ടോ, മക്കൾ അടക്കം ഇന്നലെ അമ്മ അച്ഛനൊന്നും ഭക്ഷണം കൂടി കഴിച്ചിട്ടില്ല രാത്രിയിൽ. അവർ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയപ്പോൾ ഒരു പിടി ചോറ് കഴിക്കുക എന്നല്ല, വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ എവിടെ ചോദിച്ചു. വന്നത് അച്ചുട്ടി അതാ ചോദിച്ചു, എവിടെ ചോദിച്ചപ്പോൾ പോയി പറഞ്ഞപ്പോൾ പിന്നെ അവളൊന്നിക്കും നിന്നില്ല. കാണും കൂടി അവൾ എന്നിട്ട് പറഞ്ഞിരുന്നു മുറിയായപ്പോൾ കാണണ്ടെന്ന് പറഞ്ഞില്ല കേട്ടാ. രക്ഷപ്പെട്ടിട്ട് കാണാൻ തോന്നുന്നു. എങ്ങനെയാ അവനെ കാണാൻ തോന്നുന്നത്? എവിടെ നോക്കിയാലും അവനാണ്. എവിടെ നോക്കിയാലും ബസ് പോയടി പെണ്ണെ, തിരിച്ചു പോയി. ഇവിടെയാണ് കേട്ടോ അവനെ മറ ചെയ്തത്. നമ്മൾ ഞാൻ പിന്നില്ലേ എന്താ പോയി പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കാണാനൊന്നിനും ഞാൻ വന്നില്ല കേട്ടോ. എനിക്ക് കാണണ്ട പറഞ്ഞിട്ട് അവിടെയൊക്കെയാണ് പറഞ്ഞാൽ വെച്ചാൽ കുട്ടികൾക്ക് അതൊരു ഇടങ്ങാറായില്ല. നമ്മുടെ വീട്ടിലേ എന്താ ഇത് എത്ര സങ്കടം പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിന്ന് പോണില്ല പറഞ്ഞില്ലേ. ചിലർക്കത് മനസ്സിലായില്ല. ചിലവർ ഇന്നലെ കമൻറ്റ് ഇട്ടപ്പോൾ കുറേ കൂട്ടുകാർ പറഞ്ഞു പ്രസി അത്രയും ഞങ്ങൾക്ക് തന്നെ സങ്കടമാവണോ, നിങ്ങളുടെ വീഡിയോയുടെ ഒരു ഐശ്വര്യമാണ് ചാത്തപ്പൻ. നമ്മുടെ ചാത്തപ്പനായിരിക്കും കേട്ടോ, എവിടെ നോക്കണ ചാത്തപ്പൻ മാത്രമല്ല. അതുപോലെ പപ്പൂരും നമ്മൾ ചോറ് കുഴച്ച് കൊടുക്കുക വെച്ചാൽ പപ്പൂൻ്റെ കൂട് തുറക്കണ സൗണ്ട് കേൾക്കുമ്പോഴേക്കും എവിടെന്നാന്നറിയില്ല ഓടി ഇങ്ങോട്ട് വന്നിട്ട് ആ കൂടിൻ്റെ മുമ്പിൽ അങ്ങോട്ട് നിൽക്കും. കൂടിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പപ്പൂന് മാത്രം എന്താ സ്പെഷ്യൽ കൊടുക്കണമെന്നുള്ള ഒരു ഇതിലാ തോന്നുന്നുണ്ട്. വേഗം വന്ന് അവിടെ നിൽക്കുമ്പോൾ അവന് പപ്പൂന് കൊടുക്കുന്നതിൻ്റെ ഒരു ഉരുള അവന് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊത്തി തിന്നിട്ട് പോവും. അങ്ങനെ ആയിരുന്നു. ചിലവർ പറഞ്ഞു ഒരു പ്രായമായി കഴിഞ്ഞാൽ കൊന്നു തിന്നൂടെയെന്ന്. എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. നമ്മൾ കടയത്ത് വാങ്ങുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയില്ല. പക്ഷെ നമ്മുടെ എങ്ങനെ കൊല്ലാൻ തോന്നുക. ഇവിടെ ഒരു മുയലുണ്ടായിരുന്നത് ആടല്ല, ഇത്ര പോകുന്ന മുയലുകൾ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഐറ്റങ്ങളുടെ കണ്ണും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കൊല്ലാൻ പറ്റില്ല. എല്ലാവരും കൊല്ലും പറഞ്ഞിട്ട് ഞങ്ങൾ എന്നിട്ട് വളർത്തുന്ന ആൾക്കാർക്ക് കൊടുത്തു അതിനെ. അതുപോലെ താറാവ് ഉണ്ടായിരുന്നു ഇവിടെ. താറാവിനെയും തന്നെ നമ്മളത് ഇണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഐറ്റങ്ങളെ കൊന്നതിന് ഈ ചാത്തപ്പര പോലെ പറഞ്ഞാൽ മനസ്സിലാവുന്നത്. പപ്പിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ചില സമയത്ത്. പക്ഷെ പപ്പിക്ക് ഇന്നലെ ഭയങ്കര വിഷമായിരുന്നു. അത് ഞാൻ അവനെ കൊണ്ട് കാണിച്ചേ
കണ്ടില്ലേ അത് പിടിക്കുമ്പോൾ നീ ഒന്ന് നോക്കി നിന്നില്ലേ, നീ ബഹളം വെച്ചോന്ന് ചോദിച്ചിട്ട് ഞാൻ ചീത്തവരൊക്കെ ചെയ്തു. ഇന്നലെ കൊടുത്ത ചോറ് കഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ രാത്രി ഞാൻ ചോറൊക്കെ ഇങ്ങനെ കുഴച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൈ കൂട്ടിക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ അവൻ്റെ കൈ ഇങ്ങനെ നമ്മുടെ കൈയിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു കുറേ നേരം. കാരണം അവൻ്റെ കൂടിൻ്റെ അടിയിലാണ് കിടക്കുന്ന സ്ഥലേ അവൻ്റെ അടുക്കളുടെ നമ്മുടെ കൺവട്ടത്തുണ്ടാവും. അല്ലെങ്കിൽ അവിടുന്ന് പോയി കഴിഞ്ഞാൽ ചാത്തപ്പൻ്റെ 4 പേർ ഉണ്ടാവും. കൂടിൻ്റെ 4 ഭാർ, പപ്പുവിൻ്റെ കൂടിൻ്റെ 4 ഭാഗം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി പോയി എന്താ സേഫ് ആവുന്ന സ്ഥലം നോക്കിയിട്ട് അവന്ന് സാധാരണ നിൽക്കല്ലോ. നമ്മളെക്കാളിലും വിഷമാണ് കേട്ടോ മക്കൾക്ക്. അവർക്ക് പറഞ്ഞു വെച്ചാൽ അച്ചൊക്കെ നമ്മൾ രാവിലെ നീക്കുമ്പോഴേക്കില്ലേ, ഞാൻ നീച്ചക്കം ഇറങ്ങുമ്പോഴേക്കും അവ ഇറങ്ങി വന്നിട്ട് കൂവൽ തുടങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് കുറച്ച് അരി ഇട്ടു, പിന്നെന്താ അത് തോനെയൊന്നും വേണ്ട 2 മണി അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഹാപ്പിയാണ്. ഇങ്ങനെ എല്ലാവരും പറയും എങ്ങനെയാണ് ഇവന് ഇങ്ങനെ അറിയണത്, കാരണം നമ്മളിപ്പോൾ ഇവിടെയല്ലേ കിടക്കണത്. എങ്ങനെ അറിയണ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ കോഴിക്കുട്ടികളെ കൂട്ടിലിട്ടപ്പോൾ അവൻ കൊത്തിയിട്ട് ഞാൻ അവനെ പിടിച്ച് പുറത്ത് കൂടിൻ്റെ മേലെ കിടത്തി. കൂടിൻ്റെ മേലെ ഞാൻ കയറ്റി കിടത്താൻ വേണ്ടിയിട്ട് അവൻ കൂട്ട് കയറാണ്ടെന്നായിരുന്നു. ഒരു ദിവസം ഞാൻ എന്നിട്ട് ചീത്ത പറഞ്ഞുണ്ട്. അതിനുശേഷം തൊട്ടിട്ട് പിന്നെ ഒരു ദിവസം പോലും എനിക്ക് അവനെ പിടിച്ചിട്ട് വന്നിട്ടില്ല. പിറ്റേ ദിവസം തൊട്ട് നമുക്ക് വീട്ടിൽ മേലെ കയറി കിടക്കാൻ തുടങ്ങി. അത്രയ്ക്ക് ബുദ്ധിയാണ്. എങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണമെന്നൊക്കെ അറിയില്ല. പിന്നെ ഇതുവരെ അവനെ കയറ്റി കിടത്തേണ്ടി വന്നിട്ടില്ല. എല്ലാവരും കൂട് നല്ലതല്ലാണ്ടല്ലേ പറഞ്ഞു. കൂട് നല്ലതല്ലാണ്ടല്ല, നമ്മൾ വിട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ. രാവിലെ നമ്മൾ വിടില്ലേ, വിട്ട് കഴിഞ്ഞിട്ടാണ് ഈ ഐറ്റങ്ങൾ നായ പിടിച്ചിരിക്കുന്നത്. അപ്പം ഇനി പോട്ടെ. എന്താ വെച്ചാൽ നമുക്ക് ഒരു ഓർമ്മയ്ക്ക് ഒരുപാട് ഓർമ്മയ്ക്ക് നമ്മുടെ വീഡിയോസ് കൂടെ കുറേ അവൻ ജീവിക്കുന്നുണ്ട്. അവൻ്റെ സൗണ്ട് കേൾക്കാൻ അതൊക്കെ നമുക്കൊരു അനുഗ്രഹമായിട്ട് തന്നെയല്ലേ തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ ഈ ഒരു ഇതൊന്നും ഇല്ല എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും അവനെ കാണാൻ പറ്റുമോ അല്ലേ. 42 കോഴികളെ കൊണ്ടുവന്നതിൽ അവസാനത്തെ ആളും 5 വയസ്സും ഉണ്ട് അവന് കേട്ടോ. പൊന്നൂസിനെക്കാട്ടിലും 1.5 വയസ്സ് കൂടുതലാണ് അവന്. അപ്പോൾ നമുക്ക് എന്താ അന്ന് കൂട്ടുകാരാണ് ഞാൻ കുറേ അവൻ്റെ പിന്നാലെ ഇങ്ങനെ നാട്ടി ചീത്തവരൊക്കെ ചെയ്തു. അന്ന് എനിക്ക് തോന്നി ചത്തപ്പോൾ എന്തോ നിനക്കൊരു കഷ്ടകാലം വരുന്നുണ്ട് എന്നേ മനസ്സ് പറഞ്ഞു. മറ്റത് അതിൻ്റെ ഇടന്ന് വരുത്തല്ല, അവൻ ഒരാളെ ബുദ്ധിമുട്ടിക്കണ്ട കയറി കിടക്കണതാണ്. ഒരു ദിവസം കയറി കിടക്കാണ്ട് കുറേ എന്നെ അത് കൊടുത്തൊക്കെ ഓടിച്ചു. അതെനിക്ക് തോന്നി എന്തോ ഒരു സമയദോഷം വരുന്നുണ്ട് ചാത്തപ്പാന്നല്ലേ. അത് എങ്ങനെയാണ് വരിക എന്നുള്ള മനസ്സിലായില്ല. ഇനി നമുക്ക് ഉള്ളത് എന്താ, ഇനിയിപ്പോൾ കൂട്ടിലുള്ള കോഴികളും ഫുള്ളും ചാത്തപ്പന്മാരനെ കേട്ടോ. പക്ഷെ ഇവൻ്റെ പോലെ ചന്തവും എല്ലാവരും അതാണ് അടുത്തുള്ളവരൊക്കെ പറഞ്ഞിരുന്നത്. എല്ലാ പറയും ഇവനൊരു ചന്തം, ഒരു പ്രൗഢിയാണ് അല്ലേ. ഒരു കാണാനൊരു നമ്മൾക്ക് ഇത്രയും കോഴികളുണ്ടായിട്ട് പക്ഷെ ഇവൻ്റെ അത്ര ഭംഗിയുള്ളൊരു കോഴികൾ ഉണ്ടായിട്ടുമില്ല. ഇനി എനിക്കിങ്ങനെ മുമ്പ് സത്യം പറയാച്ചാൽ മനസ്സ് മടുക്കുള്ളൂ. നമുക്ക് നമ്മുടെ പപ്പൂനെയാണ് പറഞ്ഞു വെച്ചാലും നമ്മൾ എങ്ങനെയാണ് നോക്കണമെന്ന് അറിയാം. ഇതിപ്പോൾ ഇവിടുത്തെ അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ എന്താ ചാത്തപ്പൻ പോയ കാര്യമൊന്നും. ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് അറിഞ്ഞോന്നറിയില്ല. നമ്മൾ ആരോടും വിളിച്ച് എന്താപ്പോൾ ഇത് പറയുന്നത്. എങ്ങനെ പോയാലും ഇല്ലേ ഇത് വളരും. ഇത് വളർന്ന് ഇവിടെ നോക്ക് മത്തം വള്ളി എത്ര ഉണ്ടായിരുന്ന ഇപ്പം ഇവിടെ ഫുള്ളും പടർന്നതായിട്ടോ. അതുകൊണ്ടില്ലേ അടുത്തുള്ളവർക്കാണോ വെച്ചാലും നമുക്കാണോ വെച്ചാലും ആരെങ്കിലും വരുന്നവർക്കൊക്കെയാണോ വെച്ചാലും മത്തൻ്റെ ഇല കിട്ടാറുണ്ട് കേട്ടോ. മത്തൻ്റെ ഇല ഉള്ളിമുളക് അരച്ച് താളിച്ചാൽ നല്ല രസമല്ലേ. നമ്മുടെ പണികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ വേഗം തുണി തിരുമ്പാളത് വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. രാവിലെ തന്നെ എന്താ വെച്ചാൽ ഇന്ന് നേരത്തെ വിശക്കുണ്ടായിരുന്നു, അപ്പോൾ നേരത്തെ ഭക്ഷണം കഴിച്ചേ. പിന്നെ ഇനി അടിച്ചൂരി തുടയ്ക്കണം. സത്യം പറയാച്ചാൽ വയ്യ, ഒരു ഉഷാറില്ല. ഒരു പണിയെടുക്കാനാണോ വെച്ചാലും ഒന്നിനും ഒരു ഉഷാറില്ല. ഒരു ദിവസം ശരിയാവേണ്ടി വരുമായിരിക്കും. നമ്മളിന്ന് രാവിലെ നീക്കുമ്പോൾ ഇവൻ്റെ നീച്ച് വരുമ്പോൾ നമുക്ക് ഫോണിൽ അലറാമൊന്നും വേണ്ട. ഇവൻ്റെ കൂവലാണ് നമുക്ക് 2 വീട്ടുകാർക്കും എണീക്കാനുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നുമില്ലല്ലോ. ഏട്ടനും സങ്കടം, അനിയനും സങ്കടം. ഇത്രയും സ്നേഹമുള്ളൊരു കോഴിയില്ല എന്ന് പറഞ്ഞിട്ട്. ഭംഗിനേക്കാളും കൂടുതൽ എന്താണെന്ന് അറിയാം, നമുക്കതിൽ കയറി കിടക്കുമ്പോൾ മനസ്സമാധാനം ഉണ്ടാവണം. അല്ലാതെ ഭംഗിയിലൊന്നും കാര്യമില്ല. മനസ്സമാധാനം ചെറിയ വീട്ടിൽ കയറി കിടക്കും. ചെറിയ വീടായാലും വലിയ വീടായാലും കയറി കിടക്കുമ്പോൾ സമാധാനം കിട്ടണമാണ് വീട്.
വീട്. അല്ലാണ്ട് വലിപ്പോ അല്ല ഭംഗിയൊന്നും അതിൽ പ്രധാനമില്ല. ഇനിയിപ്പോൾ നമുക്ക് കുറേ എന്താ ഫ്രിഡ്ജ് വാങ്ങണം, കർട്ടൻ ഇടണം, നമുക്ക് പണികളൊക്കെ കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. അവിടെ അപ്പുറത്ത് ഗ്രില്ലിടണം, എല്ലാതും ഉണ്ട്. പക്ഷെ നമുക്കില്ലേ മെല്ലെ മെല്ലെ ഓരോന്ന് ചെയ്യാം. പക്ഷെ ഇപ്പം എന്താ പറയുക, ഒരു മനസ്സമാധാനം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇഷ്ടമായോ നിങ്ങൾക്ക് TV യൂണിറ്റ്? കുറേ കൂട്ടുകാർ ചോദിച്ചാൽ നേരിട്ട് കാണണം എന്നുള്ളത്. ഇഷ്ടമായിച്ച കമൻറ്റ് ചെയ്യണേ. അതേപോലെ ചാത്തപ്പൻ്റെ വിവരം എല്ലാവരും അറിഞ്ഞില്ലേ? അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ.